ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത സാധനങ്ങൾ എടുത്തു നൽകി കരുനാഗപ്പള്ളി MLA CR മഹേഷ്. ചോളമണ്ഡലം ഫിനാൻസ് കമ്പനി ജപ്തി ചെയ്ത വീടിന്റെ പൂട്ടാണ് MLA തകർത്തത്. വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും വിദ്യാഭ്യാസ രേഖകളും CR മഹേഷ് MLA എടുത്ത വീട്ടുകാർക്ക് നൽകി. മെയ് 12-നാണ് ചോളമണ്ഡലം ഫിനാൻസ് കമ്പനി അഴീക്കൽ സ്വദേശി അനുമോന്റെ വീട് ജപ്തി ചെയ്തത്. സർട്ടിഫിക്കറ്റും വസ്ത്രവും എടുക്കാനെങ്കിലും അവസരം നൽകണമെന്ന് പറഞ്ഞിട്ടും സ്വകാര്യ ബാങ്ക് ജീവനക്കാർ അതിന് തയ്യാറായില്ല. 10ലും 6ലും പഠിക്കുന്ന 2 പെൺകുട്ടികളും 9 മാസം പ്രായമുള്ള കുഞ്ഞുമാണ് ഇതോടെ പെരുവഴിയിലായത്. കുട്ടിയുടെ തുടർ പഠനത്തിനായി സർട്ടിഫിക്കറ്റ് എടുക്കാനും വസ്ത്രങ്ങൾ മാറിയിടാനും കഴിയാതെ വന്നതോടെ വിഷയത്തിൽ CR മഹേഷ് MLA ഇടപെടുകയായിരുന്നു. തുടർന്ന് MLA പൂട്ട് തകർത്ത് സാധനങ്ങൾ എടുത്തു നൽകി. അവർ വന്ന് മനുഷ്യത്വരഹിതമായി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റുണ്ട്, പഞ്ചായത്ത് മെമ്പറുണ്ട്, അവരോടെങ്കിലും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞ് ഇവരെ സുരക്ഷിതമായ ഒരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിക്കാനുള്ള മര്യാദ പോലും കാണിക്കാതെ, ഇവരുടെ രേഖകൾ എടുത്തു കൊടുക്കാതെ, അവർക്ക് മരുന്നെടുത്ത് കൊടുക്കാതെ, അവരൊരു കാഴ്ചയില്ലാത്ത സ്ത്രീയാണ്, കാഴ്ച കുറഞ്ഞു വരുന്ന സ്ത്രീയാണ്. ആ കണ്ണിൽ മണിക്കൂറുകളിലോട്ട് ഒഴിക്കേണ്ട മരുന്ന് പോലും എടുക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കാതെ പൂച്ചക്കുഞ്ഞുങ്ങളെ പിടിച്ച് ചാക്കി കെട്ടി വഴി കളയുന്നത് പോലെ കളഞ്ഞു. ഓച്ചിറ ക്ഷേത്രത്തിന്റെ സത്രത്തിലായിരുന്നു കുടുംബം അഭയം പ്രാപിച്ചിരുന്നത്. വീട്ടിലുണ്ടായിരുന്ന വസ്ത്രങ്ങളും മകളുടെ 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റും MLA എടുത്തു നൽകി. തുടർന്ന് MLA തന്നെ വീട് താഴിട്ട് പൂട്ടുകയായിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിൽ അവരുടെ സർട്ടിഫിക്കറ്റും തുണികളും മാത്രമേ എടുത്തിട്ടുള്ളൂ. വീണ്ടും തിരിച്ച് അതുപോലെ ലോക്ക് ചെയ്തിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് എടുത്തതിൽ സന്തോഷം. ആദ്യം ഇവരൊക്കെ പറഞ്ഞാൽ ഒന്നും എടുക്കാൻ പറ്റത്തില്ല എന്നാണ്. ഇപ്പോൾ എടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി മുന്നോട്ടൊരു കാര്യം പഠിക്കണം, പഠിച്ചത് എന്തായാലും തിരിച്ചു പിടിക്കണം. ചോളമണ്ഡലം ഫിനാൻസിൽ നിന്ന് 18 ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു. ഇതിൽ 6 ലക്ഷത്തോളം രൂപ കുടുംബം അടയ്ക്കുകയും ചെയ്തു. അനുമോന്റെ ഭാര്യ അശ്വതിക്ക് കാഴ്ച നഷ്ടപ്പെട്ടതോടെയാണ് തിരിച്ചടവ് മുടങ്ങിയതെന്ന് കുടുംബം പറയുന്നു. എനിക്ക് കണ്ണിന് കാഴ്ച വന്നതുകൊണ്ട് ഇത് പെൻഡിങ് ആണ്. ഇല്ലെങ്കിൽ നമ്മൾ ലോൺ ബാക്കി എന്തുണ്ടെങ്കിലും ഇത് പെൻഡിങ് ഇട്ട് നമ്മൾ 6,70,000 തിരിച്ചടച്ചത്. ബാക്കി അവർ 12 പറഞ്ഞുകൊണ്ടിരുന്നവർ ഇപ്പോൾ അവർ പറയുന്നത് 20,50,000 രൂപ. ഇപ്പോൾ പലിശ സഹിതം 21 ലക്ഷം രൂപയാണ് കുടുംബം ബാങ്കിൽ അടയ്ക്കേണ്ടത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു നൽകുമെന്നും ബാങ്കിലെ ബാധ്യത അടച്ചു തീർക്കാനുള്ള നടപടി നാട്ടുകാരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നും CR മഹേഷ് MLA പറഞ്ഞു. ന്യൂസ് മലയാളം, കൊല്ലം.